ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 34-ാം സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ 9-10 വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസംകളിൽ കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 8 മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാണ്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുകയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. രുചിച്ചറിഞ്ഞവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് രാവിലെ. ഹല്ലേലൂയ, രുചിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ലവനെന്ന് രുചിച്ചറിയണം, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എന്നിട്ട് അത് കഴിഞ്ഞാണ് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. നമുക്കൊന്നും മുട്ടുവരുത്താതെ അതാത് സമയങ്ങളിൽ നമുക്ക് നൽകി തരുന്നവർ, ഒരുക്കി തരുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ, ആ കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം ഒരുക്കി തന്നില്ല. അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടുവരുത്തത്തില്ല. ഭക്തന്മാർക്കൊന്നിനും ഹല്ലേലൂയ മുട്ടുവരാതെ വണ്ണം പരിപാലിക്കുന്ന നല്ല നാഥൻ. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. ദൈവത്തിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വിശുദ്ധനെ ഹല്ലേലൂയ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടുവരുത്തത്തില്ല. അത് കഴിഞ്ഞ് പറയുന്നത്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. പലപ്പോഴും ദൈവത്തിന് സ്തോത്രം, ഇന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, പലപ്പോഴും ബാലസിംഹങ്ങൾ കാട്ടിലെ ഹല്ലേലൂയ സിംഹക്കുട്ടികളും ഹാലയൊക്കെ വിശന്നിരിക്കുന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്ന ദൈവത്തിന് സ്തോത്രം അന്വേഷിക്കുന്ന അവർക്ക് ഒരു നന്മയും മുടക്കം വരുത്തത്തില്ലെന്ന്, ഒരു നന്മയും മുടക്കം വരുത്തത്തില്ല. ദൈവവചനം പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനോ ഉണ്ടോ എന്ന് കാണുവാൻ അവൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നുവെന്ന. അപ്പം യഹോവയെ അന്വേഷിക്കുന്ന ആരാ? ബുദ്ധിമാൻ. ഹല്ലേലൂയ, യഹോവയെ അന്വേഷിക്കണം പ്രിയമുള്ളവരെ. അന്വേഷിച്ചാൽ ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല നമുക്ക്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ പാദപീഠത്തിലേക്ക്, തമ്പുരാൻ്റെ പാദപീഠത്തെങ്കിലേക്ക് കടന്നു ചെന്നാൽ ദൈവത്തിന് സ്തോത്രം, നമുക്കൊരു നന്മയ്ക്കും മുടക്കം വരാതെ വേണം നമ്മളെ പരിപാലിക്കുന്ന, അന്നൊന്ന് ആഹാരം നൽകി തന്ന് നമ്മളെ പരിപാലിക്കുന്ന, അന്നൊന്ന് വേണ്ടത് ഒരുക്കി തന്ന് നമ്മളെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറന്നു പോകരുത്. ഹല്ലേലൂയ, തൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ട വരത്തില്ലെന്ന്, ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ലെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, സങ്കീർത്തനം 23 പറയുന്നു, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്ന. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമ്മൾ പിന്തുടരേണ്ട പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ദൈവത്തിന് നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം മൊത്തം നമ്മെ പിന്തുടരും. ഹല്ലേലൂയ, നമ്മൾ അങ്ങോട്ട് പിന്തുടരേണ്ട കാര്യമില്ല. ദൈവവചനം അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഒരു നന്മയ്ക്കും മുടക്കം വരാതെ അതാത് സമയത്ത് നമുക്ക് നൽകി നമ്മളെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പലപ്പോഴും ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ ഹല്ലേലൂയ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ലെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, നമുക്കറിയാം മത്തായി സുവിശേഷം ഹല്ലേലൂയ 7-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ തൻ്റെ പ്രഭാഷണത്തിൽ 5, 6, 7 നമുക്കറിയാം മലമേൽ കയറി ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ താൻ വായ്മൊഴികളാൽ തൻ്റെ ആ വന്ന ജനത്തോട് ഹല്ലേലൂയ പറയുന്ന കാര്യങ്ങളായി 5, 6, 7 അധ്യായങ്ങൾ. ആ 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ദൈവത്തിന് സ്തോത്രം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ദിവസം ഒരു ദൈവഭക്തൻ ചെയ്യേണ്ട 3 കാര്യങ്ങൾ: യാചിക്കണം, അന്വേഷിക്കണം, മുട്ടണം. യാചിക്കുന്നവൻ ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കണം പ്രിയമുള്ളവരെ. അന്വേഷിക്കുന്നവൻ മുട്ടിയാൽ നമുക്ക് തുറക്കുമെന്നാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. യാചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിന് അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ യാചിച്ചാൽ മാത്രം പോരാ, നമ്മൾ അന്വേഷിക്കണം.
അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. മുട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി തുറക്കത്തുള്ളൂ. മുട്ടണം, ഹല്ലേലൂയ, മുട്ടണം. ദൈവസന്നിധി മുട്ടിയാൽ നമുക്ക് വേണ്ടി തുറക്കുന്ന ഹല്ലേലൂയ വാതിലുകളുണ്ടെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം, കരയുന്ന വിഷയം, കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന് മേൽ നമുക്ക് വേണ്ടി തുറക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാ. പ്രിയമുള്ളവരെ, ഒന്ന് മുട്ട, നമുക്ക് വേണ്ടി ദൈവം തുറക്കും, നമുക്ക് വേണ്ടി വലിയവ ചെയ്യും, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനിൽ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്ന, മുട്ടുന്നവന് തുറക്കുന്നു. അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങൾ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം നന്മ കൊടുക്കുമെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന. സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്, തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. പ്രിയമുള്ളവരെ, ഒരു ഹല്ലേലൂയ, ഒരു മകന് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കത്തില്ല. അവൻ അപ്പം ഏറ്റവും ശ്രേഷ്ഠമായത് കടയിൽ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഒരു മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല, കരിമീൻ തന്നെ മകന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ദൈവം അന്ന് അതാ പ്രിയമുള്ളവരെ കാലം. എന്നാലും ദൈവത്തിന് സ്തോത്രം ഇവിടെ പറയുകയാണ്, അതിനെ ഉപമിച്ചുകൊണ്ട് പറയുക, ഹല്ലേലൂയ, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. യാചിക്കുന്നവർക്ക് മേളി പറഞ്ഞല്ലോ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കുമ്പോൾ. അന്വേഷിക്കുന്നവർക്ക്, യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്ന്, എത്രയധികം നമുക്ക് വേണ്ടി നമുക്ക് നൽകി തരുവാൻ നന്മ എത്രയധികമെന്ന പ്രിയമുള്ളവരെ ഭാരപ്പെടേണ്ട കാര്യമില്ല. തന്നോട് യാചിക്കുന്നവർക്ക്, തൻ്റെ അടുക്കൽ കടന്നു വരുന്നവർക്ക് നന്മ നൽകിക്കൊടുത്തു മാനിപ്പാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് പറയുന്നത്, സങ്കീർത്തനത്തിൽ നീ വായിച്ചല്ലോ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തതില്ലെന്ന്. അന്വേഷിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യും. ഹല്ലേലൂയ. നാളുകളായി കരയുന്ന, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ മറുപടി അയക്കാൻ പോവുക. വിശ്വസിച്ച് ഏറ്റെടുക്കുക. എൻ്റെ വിഷയത്തിന് മേലെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേലെ എൻ്റെ ദൈവം എനിക്ക് നന്മ നൽകി തരാൻ പോവാം. എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവാം. അത്ഭുത വിടുതൽ എനിക്ക് വേണ്ടി ഒരുക്കാൻ പോവാം. എത്ര പേർക്ക് ഈ വചനത്തിന് മുമ്പാകെ വിശ്വസിക്കാൻ കഴിയും? ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, ഹല്ലേലൂയ, നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.